നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. പെർസ്പെക്റ്റീവ്സ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പൊ നമുക്ക് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ നിയമപരമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള സംരക്ഷണത്തെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ട് മുൻപത്തെ യൂണിറ്റിൽ വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഞാൻ ഇനി കടക്കുന്നില്ല. ഇനി ഇവിടെ ഇന്ത്യയില് ഇത്തരം മനുഷ്യാവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വ്യക്തിയുടെ ജീവനും സ്വത്തിനും അതുപോലെ സ്വാതന്ത്ര്യത്തിനും അഭിമാനത്തിനും ഒക്കെ സംരക്ഷണം നൽകുന്നു. ഇതിനു വേണ്ട പ്രധാനപ്പെട്ട നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിന് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ പ്രിവെന്റ് ചെയ്യുക, മനുഷ്യാവകാശ ലംഘകർക്ക് കടുത്ത ശിക്ഷ നൽകുകയും വ്യക്തിയെ സംരക്ഷിക്കുകയും ചെയ്യുക. അതാണ് ഇവിടെ ഈ ഒരു നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഇത് നൽകുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങള് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണ്, NHRC. ഇത് 1993 രൂപീകരിക്കുന്നത്. ഇവരുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ ഇത്തരം പരാതികളൊക്കെ സ്വീകരിച്ച് അതിന്റെ മേലെ അന്വേഷണം നടത്തിയിട്ട് അതിന് പരിഹാരം നൽകുക. അപ്പൊ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇവര് അതിനുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തേത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ്. ഓരോ സംസ്ഥാനത്തിനും ഒരു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് കേന്ദ്രത്തിലുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അതേ പ്രവർത്തനങ്ങൾ തന്നെയാണ്. സംസ്ഥാന തലത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ കണ്ടെത്തുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും അതിന്റെ മുകളിൽ അന്വേഷണം നടത്തുക, ഫർദർ നിയമ പ്രക്രിയകൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക. ഇതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി മറ്റു പ്രധാനപ്പെട്ട നിയമങ്ങൾ, അതായത് അതർ ഇമ്പോർട്ടന്റ് ഹ്യൂമൻ റൈറ്റ് ലോസ് എന്ന് പറയുന്നത്, ഒന്നാമത്തേത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ്. 2005 പാസ്സാക്കപ്പെട്ട വിവരാവകാശ നിയമം ഭരണപരമായിട്ടുള്ള നമ്മുടെ ഒരു അവകാശമാണ്. അതായത് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു നിയമമാണ് ഈ പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ. ഒരു വിവരം, അറിവ്, അതായത് നമ്മുടെ പൊതു കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനുള്ള അവകാശം മനുഷ്യന്റെ അല്ലെങ്കിൽ പൗരന്മാരുടെ അവകാശമാണ്. മൗലിക അവകാശമായിട്ടത് ഒരു പ്രധാനപ്പെട്ട അവകാശമായിട്ടത് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇനി പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അതും 2005 തന്നെയാണ്. സ്ത്രീകളെ ഗാർഹിക പീഡനത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന അവകാശമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989. 1989 പാസ്സാക്കപ്പെട്ട ഒരു നിയമമാണ്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങളെ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ അവർക്കെതിരായിട്ടുള്ള അട്രോസിറ്റീസിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 1989 പാസ്സാക്കപ്പെട്ട നിയമമാണ്. ദളിതർക്കും ആദിവാസികൾക്കുമാണ് ഇത് സംരക്ഷണം നൽകുന്നത്. മറ്റൊന്നാണ് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015 ആണ്. 2015 വരുന്നത്. ഇത് കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഉറപ്പാക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ മൗലിക അവകാശങ്ങൾ, അതുപോലെ അവർക്ക് മാനുഷിക പരിഗണനയും കുട്ടി എന്ന പരിഗണനയും ഒക്കെ ഉറപ്പു നൽകുന്ന വിദ്യാഭ്യാസവും ഭക്ഷണവും സംരക്ഷണവും ഒക്കെ ഉറപ്പു നൽകുന്ന നിയമവ്യവസ്ഥകളാണ് ഇതിൽ പറയുന്നത്. ഇനി മറ്റൊന്നാണ് പോക്സോ ആക്ട്, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. 2012 പാസ്സാക്കിയിട്ടുള്ള നിയമമാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള നിയമമാണ് പോക്സോ നിയമം എന്ന് പറയുന്നത്. ഇത് കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമമാണ്. കുട്ടികളെ ഇത്തരം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും ലൈംഗിക ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന നിയമമാണ് പോക്സോ ആക്ട്. 2012 പാസ്സാകുന്നത്. ഇനി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ആൻഡ് ഫുൾ പാർട്ടിസിപ്പേഷൻ ആക്ട് ആണ്. 1995 പാസ്സാക്കി. പിന്നീട് 2016 ഈ നിയമം കൊണ്ടുവരികയും ചെയ്തു. പുതിയൊരു നിയമം, ഇതിന്റെ ഒരു
മോഡിഫൈഡ് രൂപം കൊണ്ടുവരികയും ചെയ്തു. ഇത് ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ട് ആണ്. മറ്റൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഭക്ഷ്യ സുരക്ഷാ നിയമം 2013 പാസ്സാക്കുന്നത്. ഇത് എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്ന നിയമമാണ്. ഇനി ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ചില കമ്മീഷനുകളുണ്ട്. നമ്മുടെ ഈ ഇത്തരം അവകാശങ്ങൾ നമുക്ക് ഉറപ്പിച്ചു തരുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മീഷനുകളാണ്. ഒന്നാമത്തേത് നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, വനിതാ കമ്മീഷൻ. അതുപോലെ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, കുട്ടികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷൻ. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, ന്യൂനപക്ഷ കമ്മീഷനാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, പട്ടികജാതി കമ്മീഷനാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ഓരോരോ വിഭാഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിലകൊള്ളുന്ന കമ്മീഷനുകളാണ്. ഇനി തീർച്ചയായിട്ടും കോടതികൾക്കും ഈ അവകാശ സംരക്ഷണത്തിന് വ്യക്തമായിട്ടുള്ള പങ്കുണ്ട്. സുപ്രീം കോടതിയും അതിന്റെ താഴേക്കുള്ള എല്ലാ കോടതികളും ഈ മനുഷ്യരുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ട് റോള് നിർവഹിക്കുന്നുണ്ട്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ട് അധികാരത്തിലൂടെ ഇത് നടപ്പിലാക്കുന്നു. റിട്ടിനെ കുറിച്ച് നമ്മൾ മേൽ പരാമർശിച്ചത് കൊണ്ട് തന്നെ ഇനി അതിലേക്ക് വിശദമായിട്ട് കടക്കുന്നില്ല. അപ്പൊ എന്തായാലും ശക്തമായ ഒരു നിയമവ്യവസ്ഥ നമുക്കുണ്ട്. ഈ നിയമവ്യവസ്ഥയിലൂടെ മനുഷ്യാവകാശ ധ്വംസനങ്ങളും ലംഘനങ്ങളും ഒക്കെ നമുക്ക് തടയിടാൻ സാധിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും അവശ വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും എല്ലാം തന്നെ ക്ഷേമവും ഒരു സ്വസ്ഥമായിട്ടുള്ള ജീവിതവും ഉറപ്പുവരുത്താനായിട്ട് ഇത്തരം നിയമങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഇത് നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം നിയമങ്ങള് നല്ല രീതിയിൽ കൃത്യമായിട്ട് നടപ്പിൽ വരുത്തുന്നതിൽ വരുന്ന വീഴ്ചകൾ തന്നെയാണ് ഇതിൽ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്. കൂടാതെ ഇത് പൗരന്മാർക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണത്തിന്റെ കുറവും ഇതിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കാം. അതായത് തങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്നുള്ള തിരിച്ചറിവും ഇതിന് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കൊക്കെ നിയമപരിരക്ഷയുണ്ട്, അതെന്റെ അവകാശമാണ് എന്ന തിരിച്ചറിവും ഒക്കെ അവശ്യ വിഭാഗങ്ങൾക്ക് ഇല്ലാതെ പോകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇന്ന് കുറെയൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ഒക്കെ വഴി ആളുകൾക്ക് നല്ല അവബോധം ഉണ്ടായി വരുന്നുണ്ട്. ഇനി മറ്റൊന്ന്, ഇത്തരം നിയമങ്ങളുടെ ദുരുപയോഗമാണ് ഇന്ന് വളരെ റീസെന്റ് ആയിട്ട് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാം തന്നെ കാണുന്ന ഒരു പ്രശ്നമാണ്. ഈ പോക്സോ ആക്ടിന്റെയും അതുപോലെ ഗാർഹിക നിരോധന നിയമത്തിന്റെയും ഒക്കെ തന്നെ വിവരാവകാശ നിയമത്തിന്റെയും ഒക്കെ തന്നെ തെറ്റായ രീതിയിലുള്ള ഉപയോഗം. അപ്പോ ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായിട്ടുള്ള സംരക്ഷണം നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിന്, മനുഷ്യാവകാശങ്ങൾക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണം ഇന്ത്യയിൽ ഉണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.